അപ്പോൾ എല്ലാ കുട്ടികൾക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദുലിയ ഓർ ലൂണ എന്ന് പറഞ്ഞ നേഹ സിംഗിൻ്റെ ഒരു കഹാനിയാണ്, രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം, അത് കയറി കണ്ടോളൂ കേട്ടോ. നമുക്കതിൻ്റെ ബാക്കി നോക്കാം. ओके, अब അതിൻ്റെ ബാക്കി നോക്കാം. उनकी अनोखी दोस्ती का किस्सा दुनिया भर में मशहूर हो गया. उनके इर्द गिर्द हज़ारों लोग इकट्ठा होने लगे. हट्टे कट्टे आदमियों और उनके सेठ को लड़की पेड़ उनकी दोस्ती और उनके हज़ारों दोस्तों से डर लगने लगा था. അപ്പോൾ എന്താണ് പറയുന്നത്? ഉൻകി അനോഖി ദോസ്തി കാ കിസ്സ. അനോഖി എന്ന് വെച്ചാൽ ഒരിക്കലും വേർപെടാനാവാത്ത അല്ലേ, അനോഖി ഇത്രയും കട്ടയായിട്ടില്ല അല്ലേ, നല്ല കട്ട ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയില്ലേ. അനോഖി ദോസ്തി എന്ന് വെച്ചാൽ ഫ്രണ്ട്ഷിപ്പ്, അനോഖി ദോസ്തി എന്ന് വെച്ചാൽ കട്ട ഫ്രണ്ട്ഷിപ്പ്. കാ കിസ്സ, കിസ്സ എന്ന് വെച്ചാൽ കഹാനി അല്ലേ, കഥ. ഈ ഉൻകി അനോഖി ദോസ്തി കാ കിസ്സ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരത്തിൻ്റെയും ഈ ലഡ്കിയുടെയും ഈ കട്ട ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥ ദുനിയാ ഭർ മേ മഷഹൂർ ഹോ ഗേ. ദുനിയാ ഭർ എന്ന് വെച്ചാൽ ലോകം മുഴുവനും, മഷഹൂർ ഹോന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേമസ് ആയി അല്ലേ, ഫേമസ് ആവുന്നതിനാണ് എന്ത് പറയുക, മഷഹൂർ എന്ന് പറയുന്നത് അല്ലേ. അവരുടെ ഉൻകി അനോഖി ദോസ്തി കാ കിസ്സ ദുനിയാ ഭർ മേ മഷഹൂർ ഹോ ഗേ. അവരുടെ ഈ കട്ട ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥ എന്താ, കിസ്സ എന്ന് വെച്ചാൽ കഥ. ദുനിയാ ഭർ മേ ലോകം മുഴുവനും മഷഹൂർ ഹോ ഗേ, ഫേമസ് ആയി. മഷഹൂർ ഹോ ഗയ എന്ന് വെച്ചാൽ ഫേമസ് ആയി. ഉനക്കെ ഇർദ് ഗിർദ് ഹസാരോ ലോഗ് ഇക്കട്ട ഹോനെ ലഗെ. ഇർദ് ഗിർദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റുപാടും, ഉനക്കെ അവരുടെ ചുറ്റുപാടും അല്ലേ, ചുറ്റുപാടാകെ എന്താ, ഹസാരോ ലോഗ്, ഹസാരോ ലോഗ് ഇക്കട്ട ഹോനെ ലഗെ അല്ലേ. ഇർദ് ഗിർദ് എന്ന് വെച്ചാൽ ചുറ്റുപാടെന്നാണ്, ചുറ്റുപാട്. ഓക്കെ, അപ്പോൾ ചുറ്റുപാടും എന്താ, ഇർദ് ഗിർദ് ചുറ്റുപാടും, ഹസാരോം ലോഗ് ആയിരക്കണക്കിന് ആളുകൾ, ഇക്കട്ട ഹോന എന്ന് വെച്ചാൽ തടിച്ചു കൂടുക, ഇക്കട്ട ഹോന എന്ന് വെച്ചാൽ തടിച്ചു കൂടുക, ഇക്കട്ട ഹോനെ ലഗെ എന്ന് വെച്ചാൽ തടിച്ചു കൂടാൻ തുടങ്ങി. അപ്പോൾ ഉൻകെ ഇർദ് ഗിർദ് ഹസാരോം ലോഗ് ഇക്കട്ട ഹോനെ ലഗെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ചുറ്റും എന്താ, മരത്തിൻ്റെ ചുറ്റിലും എന്താ, ഇർദ് ഗിർദ് ചുറ്റുപാടിലും, ഹസാരോ ലോഗ് ആയിരക്കണക്കിന് ആളുകൾ, ഇക്കട്ട ഹോനെ ലഗെ തടിച്ചു കൂടാൻ തുടങ്ങി. ഹട്ടെ കട്ടെ ആദ്മിയോ और उनके सेठ को लड़की पेड़ उनकी दोस्ती और उनके हज़ारों दोस्तों से डर लगने लगा था. ഓക്കെ, ഹട്ടെ കട്ടെ ലോഗ് അല്ലേ, നേരത്തെ വില്ലന്മാരല്ലേ, ഹെലികോപ്റ്ററൊക്കെ പറപ്പിച്ച അല്ലേ, ലൗഡ് സ്പീക്കറൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ആ എന്താ തടിമുടക്കുള്ള ആൾക്കാർക്ക്, ആദ്മിയോം ഓർ ഉൻകെ സേട്ട് കോ അല്ലേ, ആദ്മിയോം ആ ആളുകൾക്കും, ഉൻകെ സേട്ട് അവരുടെ സേട്ടിനും, ലഡ്ക്കി പേട് അല്ലേ ആ പെൺകുട്ടി, മരം, ഉൻകി ദോസ്തി അവർ മാത്രമല്ല ഇപ്പോൾ ഉള്ളത് അല്ലേ, അവരുടെ എന്താ ദോസ്തി, ആ സ്ട്രോങ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അവിടെയുണ്ട്. പിന്നെന്താ, ഓർ ഉൻകെ ഹസാരോം ദോസ്തോം സെ, പിന്നെയോ അവർക്ക് കൂട്ടായിട്ട്, ഇവരുടെ ഈ സമരത്തിന് കൂട്ടായിട്ട് ആരൊക്കെയുണ്ട്, പോരാട്ടത്തിന് കൂട്ടായിട്ട് ഹസാരോം ദോസ്തോം സെ ആയിരക്കണക്കിന് ആൾക്കാർ തടിച്ചു കൂടിയിട്ടുണ്ടല്ലേ. അപ്പോൾ ആ ഹസാരോം ദോസ്ത് ആയിരക്കണക്കിന് ആൾക്കാർ ഇവരുടെ ദോസ്തായിട്ട് മാറി, അപ്പോൾ ഫ്രണ്ടായിട്ട് മാറി. ആ ഫ്രണ്ട്സിനെയും ഡർ ലഗ്നെ ലഗാത്ത, ഡർ എന്ന് വെച്ചാൽ ഭയമാണ്, ഭയത്തിനെയാണ് ഡർ എന്ന് പറയുന്നത്. ഡർ ലഗ്നെ ലഗാത്ത, ഇവരുടെയൊക്കെ ഈ ഫ്രണ്ട്ഷിപ്പിന് എന്താണ്, ഈ മുതലാളിയും സേട്ടും സേട്ടിൻ്റെ ആൾക്കാരും ആ ഹട്ടെ കട്ടെ ആദ്മികളും ഭയക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ എന്താണ്, ഹട്ടെ കട്ടെ आदमियों और उनके सेठ को लड़की पेड़ उनकी दोस्ती और उनके हज़ारों दोस्तों से डर लगने लगा അല്ലേ. ഹട്ടെ കട്ടെ ആദ്മിയോ അല്ലേ, ആ ബലവാനായിട്ടുള്ള മനുഷ്യന്മാർക്ക്, ഉൻകെ സേട്ടുക്കോ പിന്നെ അവരുടെ സേട്ടിനും, ലഡ്ക്കി അല്ലേ പെൺകുട്ടി, പേട് ആ മരം,
ഉൻകി ദോസ്തി അവരുടെ ആ സ്ട്രോങ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്. അവർ ഉൻകെ ഹസാരോं ദോസ്ത് അവരുടെ ആയിരക്കണക്കിന് ആളുകൾ, അവിടെ തടിച്ചു കൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ, ഇവരെയൊക്കെ കണ്ടപ്പോൾ ഡർ ലഗ്നെ ലഗാത്ത അല്ലേ, പേടി തോന്നി. ഡർ എന്ന് വെച്ചാൽ ഭയം തോന്നി അല്ലേ. 738 दिनों तक पेड़ काटने के इंतज़ार करने के बाद एक दिन से वे आदमी चुपचाप वहाँ से जाने लगे. वादा करो यहाँ के किसी भी पेड़ को कभी नहीं काटेंगे. लड़की ने सेठ से वादा ले लिया. सारे पेड़ बच गए. उस लड़की का नाम जूलिया है. उस पेड़ का नाम है लूना. दोनों आज भी पक्के दोस्त हैं. 738 दिनों तक पेड़ काटने का इंतज़ार. അപ്പോൾ കുറച്ച് കാലമൊന്നുമല്ല കാത്തിരുന്നത് അല്ലേ, 738 ദിവസങ്ങളോളം തക്ക് വരെ. പേട് കാട്ടിനേക്ക ഇന്തസാർ, മരം മുറിക്കാനുള്ള ഇന്തസാർ, കാത്തിരിപ്പാണ്. ഇന്തസാർ എന്ന് വെച്ചാൽ കാത്തിരിപ്പ്. കാത്തിരിപ്പിന് ശേഷം കർണേക്കെ ബാദ്, കാത്തിരുന്നതിന് ശേഷം ഏക് ദിൻ വേ ആദ്മി, ഒരു ദിവസം ആ ആള് ചുപ്ചാപ്പ് മിണ്ടാതെ അല്ലേ, ഒരക്ഷരം പോലും മിണ്ടാതെ, വഹാം സെ ജാനേ ലഗേ അല്ലേ, അവിടുന്ന് പോകാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് ദിവസമൊന്നുമല്ല കാത്തിരുന്നത്, 738 ദിവസം കാത്തിരിപ്പിന് ശേഷം അല്ലേ, മരം മുറിക്കാമെന്ന്, പേട് കാട്ടിനേക്ക് ഇന്തസാർ കർണേക്കെ ബാദ് അല്ലേ, മരം മുറിക്കാമെന്ന് കാത്തിരുന്ന ആളുകൾ, ഏക് ദിൻ വേ ആദ്മി, ഒരു ദിവസം ആ ആള് ചുപ്ചാപ്പ് മിണ്ടാതെ, ഒന്നും മിണ്ടാതെ, വഹാം സെ ജാനേ ലഗേ, അവിടെ നിന്ന് പോകാൻ തുടങ്ങി. കാരണം എന്താ, ഇതിനിപ്പോൾ ഒന്നും നടക്കൂല എന്ന് അവർക്ക് മനസ്സിലായി. എന്നിട്ടോ വാദാ കരോ യഹാം കെ കിസി ഭി പേട് കോ കഭി നഹി കാട്ടോഗെ അല്ലേ. എന്നിട്ട് വാദാ കരോ, ആ പെൺകുട്ടി പറയാണ്, വാദാ കരോ പ്രോമിസ് ചെയ്യാം. വാദ എന്ന് വെച്ചാൽ പ്രോമിസ് എന്നാണ് അർത്ഥം. വാദ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോമിസ്, പ്രോമിസ് ചെയ്യണം. എന്ത് പ്രോമിസാണ് വേണ്ടത്? യഹാം കെ, ഇവിടുത്തെ കിസി ബി അല്ലേ, കിസി ബി പേട് കോ കബീ നഹി, ഇവിടുത്തെ ഒരു മരവും കബീ നഹി ഒരിക്കലും കാട്ടോകെ മുറിക്കില്ല എന്ന് പ്രോമിസ് ചെയ്യണമെന്ന് ആ പെൺകുട്ടി ആവശ്യപ്പെട്ടു. ലഡ്കീനെ സേഠ് സെ വാദാ ലേലിയ, ആ പെൺകുട്ടി സേട്ടിൽ നിന്നും വാദാ ലേലിയ പ്രോമിസ് മേടിച്ചു അല്ലേ. സാരേ പേട് ബച്ച് ഗയേ, സാരേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, മുഴുവൻ. സാരേ പേട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ മരവും, ബച്ച് ഗയേ എന്ന് വെച്ച് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. ഉസ് ലഡ്കി കാ നാം ജൂലിയ ഹെ, ആ പെൺകുട്ടിയുടെ പേരാണ് ജൂലിയ അല്ലേ, ജൂലിയ എന്നാണ് പെൺകുട്ടിയുടെ പേര്. ഉസ് പേട് കാ നാം അല്ലേ, ആ മരത്തിന് ഒരു പേരുണ്ട്, എന്താ, ഹെ ലൂണ. ലൂണ എന്നാണ് മരത്തിൻ്റെ പേര്. പെൺകുട്ടിയുടെ പേര് ജൂലിയ എന്നാണ്, മരത്തിൻ്റെ പേരോ ലൂണ എന്നാണ്. ദോനോ ആജ് ഭി പക്കേ ദോസ്ത് ഹെ അല്ലേ, ദോനോ രണ്ടു പേരും, ആജ് ഭി ഇപ്പോഴും, പക്കേ എന്ന് വെച്ചാൽ നല്ല കട്ട, ദോസ്ത് ഹെ കട്ട ഫ്രണ്ട്സാണ് അല്ലേ, രണ്ടുപേരും ആജ് ഇന്നും നല്ല പക്ക ഫ്രണ്ട്സായിട്ട് തുടരുകയാണ്. അങ്ങനെ അവർ വിജയിച്ചു അല്ലേ, ഇപ്പോഴും നല്ല ഫ്രണ്ട്സായിട്ട് തുടരുന്നു. ഇവിടെ അതിന് താഴെ ഒരു ആക്ടിവിറ്റി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കഹാനിക്ക് ആധാർ പർ സഹി പ്രസ്താവ് ചുൻകർ ലിഖേ, ഈ കഥ വായിച്ചതിലൂടെ, കഹാനിക്ക് ആധാർ പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, കഥയെ ആസ്പദമാക്കി അല്ലേ. സഹി പ്രസ്താവ് എന്ന് വെച്ചാൽ, സഹി എന്ന് വെച്ചാൽ ശരിയായിട്ടുള്ള പ്രസ്താവന, ചുൻകർ ലിഖേ തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറയുന്നത്. ഒന്നാമത്തെ പ്രസ്താവന എന്താ, വായിച്ച് നോക്കാം. ലഡ്കീനെ ചുനൗത്തിയോं का सामना किया. രണ്ടാമത്തേത് ലഡ്കീനെ विपत्ति में पेड़ को छोड़ दिया. लड़की ने जीवन की सुविधाएं छोड़ दी. लड़की सेठ के अजीबोगरीब तरकीबों से डर गई. लड़की अपनी दोस्ती पर अटल रही. അപ്പോൾ ഇതിൽ നിന്നും ശരിയായിട്ടുള്ള പ്രസ്താവന കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന എടുക്കാം. ലഡ്കീനെ ചുനൗത്തിയോं का सामना किया. പെൺകുട്ടി, ചുനൗത്തിയോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ചാലഞ്ചസ് അല്ലേ, ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ട്. ചാലഞ്ചിനെയാണ് എന്ത് പറയുന്നത്, ചുനൗത്തി എന്ന് പറയുന്നത്. അപ്പോൾ ലഡ്കീനെ ചുനൗത്തിയോं का सामना किया. സാംന കിയ എന്ന് വെച്ചാൽ നേരിട്ടു. പെൺകുട്ടി ചുനൗത്തി എന്താ,
പ്രതിസന്ധികളെ നേരിട്ടു എന്ന് പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? ശരിയായിട്ടുള്ള പ്രസ്താവനയാണല്ലേ. ലടുക്കി കുട്ടി എന്ത് ചെയ്തു? ചുനൗത്തിയോं का सामना किया. പെൺകുട്ടി പ്രതിസന്ധികളിൽ തൻ്റെ ലക്ഷ്യം മറക്കാതെ എല്ലാം നേരിട്ട് മുന്നോട്ട് പോയി അല്ലേ. രണ്ടാമത്തെ പ്രസ്താവന നോക്കാം. ലടുക്കീനെ വിപത്തിമേ പേടുക്കോ ചോട് ദിയ. ലടുക്കീനെ പെൺകുട്ടി വിപത്തിമേ, വിപത്തി എന്ന് വെച്ചാൽ എന്താണ്? ആപത്ത് അല്ലേ. വിപത്തി എന്ന് വെച്ചാൽ ഒരു ആപത്ത് വന്നപ്പോൾ എന്താ? ആപത്തിനാണ് വിപത്തി എന്ന് പറയുന്നത്. പേടുക്കോ ചോട് ദിയ. ചോട് ദിയ എന്ന് വെച്ചാൽ ഉപേക്ഷിച്ചു അല്ലേ. ലടുക്കീനെ വിപത്തിമേ പേടുക്കോ ചോട് ദിയ എന്ന് വെച്ചാൽ പെൺകുട്ടി ഒരു ആപത്ത് വന്നപ്പോൾ മരത്തിനെ ഉപേക്ഷിച്ചു. അത് കറക്റ്റായിട്ടുള്ള പ്രസ്താവനയാണോ? ഉപേക്ഷിക്കുകയാണോ ചെയ്തത്? അല്ലല്ലേ. അപ്പോൾ അതൊരു തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ രണ്ടാമത്തത് റോങ് ആയിട്ടുള്ള പ്രസ്താവനയാണ്. ഇനി മൂന്നാമത്തത് നോക്കാം. ലടുക്കി ജീവൻ കി സുവിധായം ചോട് ദി. ലടുക്കി അല്ലേ പെൺകുട്ടി ലടുക്കീനെ ജീവൻ എന്ന് വെച്ചാൽ ജീവിതത്തിൻ്റെ സുവിധായം, സുഖ സൗകര്യങ്ങൾക്കാണ് സുവിധായം എന്ന് പറയുന്നത്. സുവിധായം ചോട് ദി എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ? ഉപേക്ഷിച്ചു. പെൺകുട്ടി ജീവിതത്തിലെ സൗകര്യങ്ങൾ, സുഖ സൗകര്യങ്ങൾ ഉപേക്ഷിച്ചു എന്ന് പറയുന്നത് ശരിയാണോ തെറ്റായിട്ടുള്ള പ്രസ്താവനയാണോ? അതെ, വളരെ ശരിയായിട്ടുള്ള പ്രസ്താവനയാണല്ലേ. പെൺകുട്ടി എന്താ സുഖ സൗകര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് എന്താണ് ഒരു മരത്തിൻ്റെ മേലാണ് താമസിച്ചതല്ലേ. അപ്പോൾ അതെന്താ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇനി അടുത്തത് ലടുക്കി सेठ के अजीबो गरीब तरकीबों से डर गई. എന്താ? പെൺകുട്ടി ലടുക്കി സേട്ടിൻ്റെ അജീബോ ഗരീബ് എന്താ? നമ്മൾ പാഠഭാഗത്ത് കണ്ടതാണല്ലേ അല്ലേ. വിചിത്രമായിട്ടുള്ള തർക്കീബ് യന്ത്രങ്ങളെ കണ്ടപ്പോൾ ഡർ ഗൈ പേടിച്ചു പോയി എന്നുള്ളത് ശരിയാണോ തെറ്റായ പ്രസ്താവനയാണോ? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണല്ലേ. അങ്ങനെ പേടിച്ചു പോയിരുന്നു? ഇല്ലല്ലേ. ആ മരത്തിൻ്റെ മേലെ തന്നെ ഇരുന്നു. എന്നിട്ട് പറഞ്ഞു അല്ലേ, തും ഹമാരി ദോസ്തി നെഹി തോട് പാവുകെ അല്ലേ, നമ്മളുടെ ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്ക് ഒരിക്കലും തകർക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അടുത്തത് ലാസ്റ്റ് വൺ നോക്കാം. ലടുക്കി അപ്പനി ദോസ്തി പർ അടൽ രഹി. ലടുക്കി പെൺകുട്ടി അപ്പനി ദോസ്തി പർ തൻ്റെ സൗഹൃദത്തിൽ, ദോസ്തി എന്ന് വെച്ചാൽ സൗഹൃദമാണ്, പർ അടൽ രഹി. അടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറച്ചു നിൽക്കുക, അടൽ രഹി എന്ന് വെച്ചാൽ ഉറച്ചു നിന്നു. അപ്പോൾ അതും കറക്റ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ 1, 3, 5 കറക്റ്റായിട്ടുള്ള പ്രസ്താവന വരുന്നത് അല്ലേ. ബാക്കിയെല്ലാം ഗലത്ത് അല്ലേ. സഹി പ്രസ്താവന 1, 3, 5 ആണ് സെൻറ്റൻസ് വരുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം.